നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഉള്ളിലെ ശോഭ പ്രകാശിക്കുവാൻ തുടങ്ങുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങളിലും മുടങ്ങിപ്പോയവയിലും ഒരു തുടക്കം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. സ്തംഭനാവസ്ഥ, നിരാശ, വൈകാരിക സമ്മർദ്ദം എന്നിവയിൽ നിന്നും അകന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും കണക്റ്റ് ആകുവാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. അതിനുള്ള പ്രചോദനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. പ്രാർത്ഥനകൾ, ക്രിയേറ്റിവിറ്റി, പഠനം, ഹീലിംഗ് മുതലായവയിലേക്ക് നിങ്ങൾ കടക്കുന്നതാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ മുന്നോട്ട് പോകുവാനും ഓരോ സോളിനും അവരവരുടേതായ ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾ നിരന്തരം പരിശ്രമം തുടരേണ്ടതും ഉണ്ട് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ സേവനങ്ങൾ ചെയ്യുക, റിസൾട്ട് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ബാഹ്യമായ സാഹചര്യങ്ങൾക്ക് അതീതമായി മുന്നോട്ട് പോകുവാനും നിങ്ങളിലുള്ള വൈദഗ്ധ്യം വികസിപ്പിച്ച് എടുക്കുവാനുമുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, അവയിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള മാസ്റ്ററി നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനകൾ, അച്ചടക്കം, പഠനം, മെഡിറ്റേഷൻ മുതലായ സ്പിരിച്വൽ പ്രാക്ടീസസ് ഏറ്റവും അധികം ദൃഢപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട സമയമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ഇതിനർത്ഥം നിങ്ങളൊരു സന്യാസ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും പിന്മാറുന്നു എന്നോ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. മറിച്ച് നിങ്ങൾ സാധാരണ ജീവിതം നയിക്കുമ്പോഴും മനസ്സിനെ ശാന്തവും സന്തുലിതവുമായി നിലനിർത്തുവാൻ പഠിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. ആത്മീയമായി വളരുമ്പോൾ നിങ്ങൾ ഭൗതിക ജീവിതം ഉപേക്ഷിക്കേണ്ടതില്ല. കുടുംബം, ജോലി, ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ദൈനംദിന ജീവിതം എന്നിവയ്ക്കിടയിലും മനസ്സിനെ നിങ്ങൾ ശാന്തിയിലും ആത്മനിയന്ത്രണത്തിലും നിലനിർത്തുവാൻ പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ഓരോ ഇമോഷൻസിലും സാഹചര്യങ്ങളിലും നിങ്ങളെ നിയന്ത്രിക്കുവാൻ മനസ്സിനെ അനുവദിച്ചു കൊടുക്കാതെ മനസ്സിനുമേൽ നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ, പഠനങ്ങൾ, സത്സംഗം, വേദ ഗ്രന്ഥങ്ങൾ, ഭക്തിസാന്ദ്രമായ കൂടിക്കാഴ്ചകൾ, ഭക്തി നിർഭരമായ മെസ്സേജസ്, വ്യക്തികൾ എന്നിവയിലൂടെയെല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാട് നൽകുന്നവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളെയും നിങ്ങൾ മനസ്സിൽ തളച്ചിടേണ്ടതില്ല. നിങ്ങൾ ആരോഗ്യപരമായതും ഗ്രൗണ്ടഡ് ആയതുമായ അറിവിനെ അന്വേഷിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ആത്മീയ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് പേടിയോ ആശ്രയത്വമോ നൽകാതെ വ്യക്തതയും സമാധാനവും തരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം, ഇമോഷണൽ പാറ്റേൺസിൽ മാറ്റം, സ്വഭാവത്തിലും വിശ്വാസ പ്രമാണങ്ങളിലും മാറ്റം, ആത്മീയതയെ വ്യത്യസ്തമായി സമീപിക്കുക എന്നിവയെല്ലാം സാധ്യമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന രീതിയിലും നിങ്ങൾക്ക് മാറ്റം വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. മുമ്പ് നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ അത്രയും ബാധിക്കപ്പെടുകയില്ല. മുമ്പ് മറ്റുള്ളവരുടെ അഭിപ്രായം, അംഗീകാരം എന്നിവയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ച നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങൾക്കും സമാധാനത്തിനും പ്രാധാന്യം നൽകുന്നതാണ് എന്നുള്ള മെസ്സേജസ് എല്ലാം
ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ പഴയ പതിപ്പ് പൂർണ്ണമായും അവസാനിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക, അതുപോലെ ഔദാര്യ മനോഭാവം നിങ്ങളിൽ നിലനിർത്തുക, സേവനം ചെയ്യുക, അറിവ് പകർന്നു കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരു താങ്ങ് സഹായം നിങ്ങൾ കൊടുക്കുക എന്നുള്ള മെസ്സേജസ് എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്വീകരിക്കുവാനും അനുവദിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുവാൻ ഉത്തമരാണ്, നിങ്ങൾ സ്വീകരിക്കുവാൻ കുറ്റബോധം നിലനിർത്തേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ആരോഗ്യകരമായ കൊടുക്കൽ വാങ്ങലുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും നൽകുകയും ചെയ്യുക, പക്ഷേ അതിനുവേണ്ടി സ്വന്തം സമാധാനം, ആരോഗ്യം, സമയം, സാമ്പത്തിക സുരക്ഷ, മാനസിക അവസ്ഥ എന്നിവയെ ത്യജിക്കരുത് എന്നുള്ളൊരു വാണിംഗ് മെസ്സേജ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളുടെ ലിമിറ്റ് നിലനിർത്തി സഹായിക്കുകയാണ് വേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാൻ ഉത്തരവാദി ആകാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്നവർക്ക് നിങ്ങൾ സഹായം ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ സ്നേഹം, അംഗീകാരം എന്നീ മനോഭാവത്തോടെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു വാണിംഗ് മെസ്സേജും കൂടെ ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷന് ശേഷം വൈകാരിക ഐക്യം, സ്വസ്ഥത, സമാധാനം, കുടുംബത്തിൽ സന്തോഷം, ഐശ്വര്യം എന്നിവയെല്ലാം ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ഒടുവിൽ എനിക്ക് ആവശ്യമുള്ളിടത്തേക്ക് ഞാൻ മാറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആന്തരിക തൃപ്തിയും നന്ദി പറയാനുമുള്ള അവസരങ്ങളും വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ വൈകാരിക പാറ്റേൺസിൽ നിന്നും പൂർണ്ണമായും മാറ്റപ്പെട്ട് ആരോഗ്യകരമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വൈകാരിക തൃപ്തി ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പുതിയ ക്രിയേറ്റീവ് പ്രോജക്റ്റ് തുടങ്ങുവാനുള്ള അവസരം, ആത്മീയ പഠന യാത്ര, അതുപോലെ ബിസിനസ് ഐഡിയാസ്, വിനോദം, വ്യക്തിപരമായ ലക്ഷ്യം എന്നിവയിലേക്ക് കണക്റ്റ് ആകുവാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായ ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ യാത്രയുടെ മുഴുവൻ രൂപവും നിങ്ങൾ അറിയേണ്ടതില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങുക, ചെറിയ രീതിയിൽ അവയെ മുമ്പോട്ട് കൊണ്ടുപോവുക, പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ തയ്യാറാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിൽ നിലവിലുള്ളവയ്ക്ക് പൂർണ്ണ തൃപ്തിയുള്ളവരും അതുപോലെ നന്ദിയുള്ളവരുമായി നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എത്തിച്ചേരുക നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരണമായി തന്നെ വരികയില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. മറിച്ച് പല രീതിയിലൂടെയും അവ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ഇത് ചില തിരിച്ചറിവിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് ഇത് ഇത്രയുമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് എവേക്കൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ഡീപ്പറായ ജ്ഞാനം തേടാൻ തുടങ്ങുന്നതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ആധ്യാത്മിക അറിവ് മാറ്റുന്നതാണ്. നിങ്ങളുടെ പഴയ പതിപ്പിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നതാണ്. നിങ്ങൾ കൊടുക്കുവാനും സ്വീകരിക്കുവാനും പഠിക്കുന്നതാണ്. നിങ്ങളുടെ വൈകാരിക ലോകം കൂടുതൽ സന്തോഷം നൽകുന്നതാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. ഒടുവിൽ നിങ്ങൾ കൂടുതൽ സംതൃപ്തി അനുഭവിക്കുന്നതാണ് എന്നുള്ള മെസ്സേജസ് എല്ലാമാണ് ഭഗവാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളത്. നിങ്ങളോട് നിങ്ങളുടെ ലൈഫ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ അനുഗ്രഹങ്ങളെ ചേസ് ചെയ്ത് പിടിക്കണം എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ ഇവയെ സ്വീകരിക്കുവാനായി നിങ്ങൾ ഓപ്പൺ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബ്ലോക്കേജസ് എല്ലാം മാറ്റി നിങ്ങൾ അനുഗ്രഹങ്ങൾ
സ്വീകരിക്കുവാനായി തയ്യാറാവുക. നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾ പഴയ പാറ്റേൺസിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങളിപ്പോൾ വളരെ എനർജറ്റിക് പരമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം നിങ്ങളിൽ വന്ന് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ എനർജി ഒരുപാട് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനായി നിങ്ങൾ ഓപ്പൺ ആവുക. അതുപോലെ തന്നെ നിങ്ങളിൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാം തന്നെ നന്ദിയുള്ളവരാവുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയി തന്നെ നിലനിൽക്കുക. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുക. നന്ദി, നമസ്കാരം.